എന്തല്ലേ അവൻ്റെ ഒക്കെ ഒരു അവസ്ഥ. ബ്ലാസ്റ്റേഴ്സിൽ ഇങ്ങനത്തെ കുറച്ച് ഫാൻസ് ഉണ്ട്, കുറച്ച് കൃമികൾ തന്നെ പറയാം. എല്ലാവരും ഒന്നല്ല, 80% ഫാൻസ് നല്ല ഫാൻസാണ്. പക്ഷേ 20% ഫാൻസ് ഉണ്ട് ഇവനെപ്പോലത്തെ കുറച്ച് ആൾക്കാർ. ഇവനെന്നല്ല, ഇവരാണ്ട് തുടങ്ങും. അതായത് 6 കളിയിലെ പ്ലേയേഴ്സ് അടിപൊളിയായിട്ട്, ഇപ്പോൾ ലൂണ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും നല്ല പ്ലെയറാണല്ലോ, ഒരു 6 കളി അടിപൊളിയായിട്ട് കളിച്ചിട്ട് 7ാമത്തെ കളി മോശമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇവനത്തെ പോലത്തുള്ള ആൾക്കാരാണ് തുടങ്ങും. ബ്ലാസ്റ്റേഴ്സ് പിരിച്ചുവിടണം, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ശരിയില്ല, ഈ പ്ലെയർ ലൂണൻ്റെ ഗ്യാസ് തീർന്നു. എന്നിട്ട് ഈ ലൂണൻ്റെ ഗ്യാസൊക്കെ തീർന്നിട്ട് ഇവൻ തന്നെ പറയും ഇവനെ ഒഴിവാക്കി വിടണം, ഇവൻ്റെ ഇതൊക്കെ തീർന്നിട്ടുണ്ട്, വേറെ പ്ലേയേഴ്സിനെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പ്ലേയേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ പറഞ്ഞിട്ടുള്ള ആൾക്കാരെന്നെ പറയുന്നറിയോ, ഇവൻ പോരാ, ലൂണന്നെ മതിയായിരുന്നു, ലൂണൻ്റെ അത്ര കളിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ ആൾക്കാർ തന്നെ അപ്പോൾ പറയും. അപ്പോൾ ഇവരെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, കുറ്റം പറയാൻ വേണ്ടി മാത്രം കമൻ്റ് ഇടേണ്ട ആൾക്കാരാണ്. ഇവർക്ക് ഇനി എത്ര കളി അടിപൊളിയായിട്ട് കളിച്ചിട്ടും കാര്യമില്ല, അടുത്ത കളി മോശമായിട്ട് കളിച്ചാൽ അപ്പോൾ തുടങ്ങും. ഇതെന്താ എല്ലാ കളിയും ജയിക്കാൻ ഇതെന്താ മെഷീനാണത്? എത്ര വലിയ കൊമ്പൻ ടീമാണെങ്കിലും തോൽക്കും കളിയിൽ, അല്ലെങ്കിൽ മോശമായിട്ട് കളിക്കും. എത്ര വലിയ പ്ലേയേഴ്സ് ആണെങ്കിലും 6 കളി മോശമായിട്ട് നല്ല രീതിയിൽ കളിച്ചിട്ട് ചിലപ്പോൾ 7ാമത്തെ 8ാമത്തെ കളി മോശമാവും. ഇത് ഫുട്ബോളല്ലേ, എല്ലാ കളി ഇപ്പോൾ അടിപൊളിയായിട്ട് കളിക്കാതെ എന്താ അത് നമ്മളെ AI ആണോ? അല്ല, ചോദിക്കുക. എല്ലാ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ കൊല്ലത്തിലും വെറുപ്പിക്കാനായിട്ട് ഇതേപോലെ കുറച്ച് ആൾക്കാരുണ്ടാവും. ഇവരിങ്ങനെ ഒഫീഷ്യൽ പേജിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പേജിലൊക്കെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്ലെയേഴ്സും സ്റ്റാഫ്സും അതേപോലെ തന്നെ ടീമിൻ്റെ എല്ലാവരും ഇത് കാണും. അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഗൂഗിളിൽ. ഇവർ കണ്ടു കഴിഞ്ഞാൽ അവരെ മൈൻഡ് ഡൗൺ ആവില്ല ചെയ്യുക, ടീമിൻ്റെ പെർഫോമൻസിനെയാണ് ബാധിക്കുക. അല്ല, ഈ കമൻ്റ് ഇടേണ്ട ആൾക്കാർ കളിയൊന്നും കാണലുണ്ടാവില്ല. ഇനിയിപ്പോൾ കളി കാണുന്ന ആൾക്കാരനെ ആണെങ്കിൽ ഇവരെ ഒരു ഇതാണത്, അത് മാറ്റാൻ കഴിയില്ല. ഇനിയിപ്പോൾ എത്ര കളി ജയിച്ചാലും, ഇപ്പോൾ കഴിഞ്ഞ സീസണിന് മുമ്പത്തെ സീസണിൽ ഫൈനൽ വരെ എത്തിയില്ലേ, എന്നിട്ട് ആ ഫൈനലിൽ പെനാൽറ്റിയിൽ പുറത്തായപ്പോൾ എന്തെല്ലാം തെറി പറഞ്ഞിട്ടുള്ള ചില ഫാൻസ് ഉണ്ട്. എല്ലാവരും അല്ല കേട്ടോ, 80% ആൾക്കാർ നല്ല ഫാൻസ് തന്നെയാണ്, പക്ഷേ കുറച്ച് ക്രിമികളുണ്ട്. എന്തെല്ലോണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഫൈനൽ വരെ എത്തിയൊരു വില ഇല്ല ചങ്ങന്മാരെ. ഒരു ടീമിലെ ഫാൻസ് കാരണം പ്ലെയേഴ്സ് വെറുത്ത് പോയ എത്ര സംഭവങ്ങൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരണം. പണ്ട് CK വിനീത് മുതൽ ഈ ഒരു കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രശാന്ത് വരെ എത്ര ഉദാഹരണം കാണിച്ചു തരണം നിങ്ങൾക്ക്. ഈ മലയാളി ഫാൻസിൻ്റെ ചില ആൾക്കാരുടെ ഈ ചൊറിച്ചിൽ കാരണം വെറുത്ത് പോയ പ്ലെയേഴ്സ് എത്ര എണ്ണി കാണിച്ചു തരണം. വേറെ ഏതെങ്കിലും ടീമിൽ നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഫോമില്ലെങ്കിൽ ഓരോ ടീം പുറത്താക്കും, എന്നിട്ട് ഓരോ പുറത്താക്കിയിട്ട് പുതിയ പ്ലെയേഴ്സിനെ എടുക്കുന്നല്ലാതെ ഫാൻസ് പ്ലെയേഴ്സിനെ വെറുപ്പിച്ച് കാണുക ടീമിൽ നിന്ന് പുറത്താക്കിയ ചരിത്രം എവിടെയില്ല. അത് കേട്ട് നമ്മളെ മലയാളി ഈ ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ 85% വരുന്ന നല്ല ഫാൻസിന് ഇത്തരത്തിലുള്ള 10% മോശം ഫാൻസ് എപ്പോഴും ഒരു ബാധ്യതയാണ്. അത് ടീമിനും ബാധ്യതയാണ്, മൊത്തത്തിലൊരു ബാധ്യതയാണിത്. എന്നാൽ അതിനെന്തെങ്കിലും റിസൾട്ട് കിട്ടണമെന്ന് വെച്ചാൽ ഒന്നുമില്ലേനും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ഒരു വരുന്ന സീസണിലെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാരൊന്ന് സൈലൻ്റായി നിന്ന് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ പറയുക, പ്ലേയേഴ്സ് നല്ല രീതിയിൽ ടീമിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ കളിച്ചിട്ട് ഒക്കെയാണ് സെറ്റായി വരുമ്പോഴായി കാരണം ഇവർ ഈ നെഗറ്റീവ് കമൻസ്, ഇവനെ പുറത്താക്കണം, 5 വയസ്സൊക്കില്ല, ഇവൻ്റെ ഗ്യാസ് തീർന്നിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കളിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഓരോ മൈൻഡ് വരെ ഡൗൺ ആയി പോവാണ്. പിന്നെ കളിക്കളത്തിൽ എന്താ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അത് ഒന്നെങ്കിലും ഒന്ന് തളർത്താതെ കാര്യം. പ്രത്യേകിച്ച് മലയാളി പ്ലേയേഴ്സ് ബ്ലാസ്റ്റേഴ്സിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രഷർ ഉണ്ടാവും ഫാൻസിൻ്റെ ഇടയിൽ നിന്ന്. പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് കമൻസിലുണ്ട ആൾക്കാർ വളരെ മലയാളി പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇടുക. അത് പണ്ട് മുതലേ വിനീത് മുതൽ ഇങ്ങോട്ട് വരെ അങ്ങനെയാണ്, പ്രശാന്ത് വരെ മലയാളി പ്ലേയേഴ്സിനെ പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഈ ചില ഫാൻസുകൾ നല്ല രീതിയിൽ നെഗറ്റീവ് അടിക്കും. പ്രത്യേകം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ കയറും. അത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും സ്വാഭാവികമായിട്ട് ഓൽക്ക് ഹേർട്ടാവും. അത് കളിയിൽ ബാധിക്കും, പിന്നെ ടീമിനെ മൊത്തത്തിൽ ബാധിക്കും. അപ്പോൾ ഈ ഒരു സീസണിലെങ്കിലും ഇത് ഉണ്ടാവാതെക്കട്ടെ. കാരണം ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കപ്പടിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് പറയാണ്. ഈ സീസണിലെങ്കിലും ഈ നെഗറ്റീവും കമൻസും നെഗറ്റീവ് പറയാം, അതിപ്പോൾ സ്വാഭാവികമല്ലേ.
കളി 10 പൈസയ്ക്ക് ഇല്ലെങ്കിൽ അത് 10 പൈസയ്ക്ക് ഇല്ല എന്ന് തന്നെ പറയണം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ടോക്സ് ഉണ്ട്. അത് ഇല്ലാതാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ പറയേണ്ടവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇല്ലാതായി കഴിഞ്ഞാൽ അത് ടീമിന് നല്ല രീതിയിൽ ഗുണം ചെയ്യും. ഇപ്പോൾ ഒരു പ്ലെയർ മോശമായി കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം എന്നൊക്കെ നമുക്ക് പറയാം. അത് നോർമലാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് അവന് ഒരു ഇതാണ് പറഞ്ഞിട്ട് ഡാഷ് അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. ടീമിന് മൊത്തത്തിലായിട്ട് ബാധിക്കുന്നുണ്ട്. പല മാച്ചിലും നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.